ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഈവനിങ് വ്ളോഗാണ്. ഇപ്പം ഞാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ പൂജപ്പുരയ്ക്ക് പോവാണ്. പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം നടത്താൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് റോഡാണ്. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് നമ്മൾ പൂജപ്പുരയ്ക്ക് പോവാണ്. റോഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആ മുമ്പിൽ കാണുന്നതാണ് മിലിറ്ററി ക്യാമ്പ് ക്വാർട്ടേഴ്സൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പം എനിക്ക് പോകേണ്ട സ്ഥലം പൂജപ്പുര തന്നെയാണ്. അപ്പം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ പൂജപ്പുരയ്ക്ക്. അപ്പം അവിടേക്ക് പോവാണ്. പോയിട്ട് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ടാറ്റു ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ടാറ്റു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പം കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് നമ്മുടെ പൂജപ്പുരയുള്ള ജോ ടാറ്റൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാറ്റു സെൻറ്റർ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുപാട് അവൈലബിൾ ആണ്, ടാറ്റു സെൻറ്റേഴ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്കൊരു വിശ്വാസവും ഒക്കെ തോന്നണമല്ലോ, ചില സ്ഥലങ്ങളിൽ പോയി ചെയ്യാനായിട്ടൊക്കെ ഒരു വിശ്വാസം തോന്നണമല്ലോ. അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ റെഫറൻസ് എടുത്തിട്ട് അങ്ങനെ പരിചയപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടുത്തെ ആളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് ജോർജ് ഫെർണാണ്ടസ് എന്നാണ്, അടുത്ത് കൊടുത്തിരിക്കുന്നത് ജോർജ് ഫെർണാണ്ടസ് എന്നാണ്. അപ്പോൾ അതാണ് ജോ ടാറ്റൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആളുടെ പേര് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു, സംസാരിച്ചു, കൺസൾട്ട് ചെയ്തു. ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കൺസൾട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ ഇരുന്നിട്ട് ഡിസൈനൊക്കെ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടാറ്റു കൊണ്ടുപോയിട്ട് അതേപോലെ ചെയ്യാൻ പറയാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചധികം പാടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, കസ്റ്റമൈസേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്, ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് ടാറ്റു ചെയ്യാനുള്ള ഒന്നും പറ്റത്തില്ല, അതിൻ്റെ പെയിൻ സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങി ഓടും എന്നൊക്കെ പറയാണ്. അപ്പം എനിക്കെന്തോ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര കാര്യം. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ഇപ്രാവശ്യമെങ്കിലും അത് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര പെയിൻ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് പോയിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഉള്ളിൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എത്രയാണെങ്കിലും. അപ്പം ഞാനിങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ച് പോയി. അങ്ങനെ പോയിട്ട് നമ്മളൊരു ഡിസൈനൊക്കെ കസ്റ്റമൈസ് ചെയ്തു. കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് നോർമലി ഒരു ഡിസൈൻ വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടൊരു കസ്റ്റമൈസേഷനിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരെണ്ണം എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആമിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. ആദ്യം കയ്യിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്, ഹാൻഡിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അത് ആമിലോട്ട് മാറ്റി. ഞാൻ പിന്നെ ഡിസൈൻ കുറച്ച് വലുതായപ്പോഴത്തേക്കിന് ആമിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ ആളതിൻ്റെ കറക്റ്റ് പ്രോപ്പർ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ഡിസൈൻ അതിനകത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് തരും. പേസ്റ്റ് ചെയ്ത് തന്നതിന് ശേഷം അത് പ്രോപ്പറാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവരത് ചെയ്യുള്ളൂ. അപ്പം ആൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ആൾക്കറിയാം ഞാൻ നന്നായിട്ട് പേടിച്ച് നിൽക്കുകയാണെന്നും അല്ലെങ്കിൽ ഇതിൽ അത്ര ഒരു കോൺഫിഡൻസ് അല്ല എന്നൊക്കെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും വേണ്ടില്ല, പോയി ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ചെയ്യാൻ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ. ഞാൻ ഇത് ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു ടാറ്റു ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പലരോടും അഭിപ്രായം ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അഭിപ്രായം ചോദിച്ച പലരും നെഗറ്റീവായിട്ട് റിവ്യൂസ് തന്നവരുണ്ട്, വളരെ പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തന്നവരുണ്ട്. അപ്പോൾ കൂടുതലും എനിക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് റിവ്യൂസാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ പോയി കണ്ണും പൂട്ടി അങ്ങ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ റിവ്യൂസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പം ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉള്ളവർക്ക് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് പലരും പല അഭിപ്രായങ്ങൾ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അത് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, തീരുമാനിച്ചു, ചെയ്തു. പക്ഷേ പെയിൻ സഹിക്കാൻ പറ്റുന്ന പെയിനാണോ എന്ന് ചോദിച്ചാൽ പെയിനൊക്കെ സഫർ ചെയ്യാൻ കഴിവുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനാണ് കേട്ടോ. പക്ഷെ ഞാൻ പൊതുവേ പെയിൻ അധികം സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കൂട്ടത്തിലാണ്. എന്ന് കരുതി നമ്മൾ പെയിനൊക്കെ ഒരുപാട് സഹിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇതിലും വലിയ വലിയ പെയിനുകളൊക്കെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. പെയിൻ എന്നതിനപ്പുറത്തേക്കിന് എനിക്കൊരു നമുക്കൊരു വൈബ്രേഷൻ, അതിനകത്തൊരു ഇത് ചെയ്യുന്ന സമയത്തൊരു വൈബ്രേഷൻ ഫീലിംഗ് ഉണ്ട്. അത് നമുക്കൊരു മുറിവ് ഉണ്ടാകുന്ന കൂടെ തന്നെ ഒരു വൈബ്രേഷൻ ഫീലിംഗ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു
എനിക്കിറങ്ങി ഓടിയാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ കടിച്ചു പിടിച്ചിങ്ങിരുന്ന് പകുതി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് പകുതിക്ക് ഇട്ടിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടനാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് തകർക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഫീലിങ്സ് ഒന്നും കാണിക്കാനും പറ്റണില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ. പക്ഷേ പിന്നെ എന്തായാലും നമ്മൾ തീരുമാനിച്ചു, അപ്പോൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തൊരു ടാറ്റു ആണ് കേട്ടോ അത്. നമ്മൾ AR എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ക്രൗണൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലവ് സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് കളറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചധികം പെയിനൊക്കെ വരുന്നത്, ഷെയ്ഡ് ചെയ്ത് എടുക്കുമ്പോഴൊക്കെയാണ്. എന്തായാലും വേണ്ടില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ടാറ്റു. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഇപ്രാവശ്യം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ടാറ്റു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയ സംഭവമായിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാനത് വ്ളോഗായിട്ട് ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഇതൊരു പ്ലാറ്റ്ഫോമിൽ കിടക്കുമ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണല്ലോ. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് പോയാലും നമുക്കിത് നാളെ കാണാനൊക്കെ ആയിട്ടാണെങ്കിലും ഇത് അവിടെ തന്നെ കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിത് പിന്നെ ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ആക്കി ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടക്കും. നമ്മുടെ ഫോണിൽ നിന്നൊക്കെ പോയാലും നമുക്ക് നാളെ ആയാലും കാണാനൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റൂയിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.